ആകാശവാണി. നമസ്കാരം. വാർത്തകൾ വായിക്കുന്നത് സോഫിയ ഡാനിയൽ. പ്രധാന വാർത്തകൾ. മൂന്നാം ഘട്ട ലോക്സഭാ തെരഞ്ഞെടുപ്പിനുള്ള മുന്നൊരുക്കങ്ങൾ രാജ്യത്ത് പുരോഗമിക്കുന്നു. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ പ്രചാരണം ഇന്ന് ഗുജറാത്തിൽ. കോൺഗ്രസ് നേതാവ് പ്രിയങ്ക ഗാന്ധി അസമിൽ തിരഞ്ഞെടുപ്പ് റാലിയെ അഭിസംബോധന ചെയ്യും. ഡൽഹിയിലെ സ്കൂളുകളിലുണ്ടായ ബോംബ് ഭീഷണി വ്യാജമെന്ന് പോലീസ്. അന്വേഷണം പുരോഗമിക്കുന്നു. സംസ്ഥാനത്ത് ഡ്രൈവിംഗ് ലൈസൻസ് ടെസ്റ്റ് പരിഷ്കരണം നാളെ മുതൽ നടപ്പാക്കും. ഡ്രൈവിംഗ് സ്കൂൾ ഉടമകളുടെ പ്രതിഷേധത്തിനിടെയാണ് പരിഷ്കരണം. കേരളത്തിൽ ഉഷ്ണതരംഗ മുന്നറിയിപ്പ് തുടരുന്നു. പാലക്കാട് ജില്ലയിൽ ഓറഞ്ച് ജാഗ്രത. തൊഴിലാളികളുടെ അവകാശങ്ങളെക്കുറിച്ച് ഓർമ്മപ്പെടുത്തി ഇന്ന് അന്താരാഷ്ട്ര തൊഴിലാളി ദിനം. IPL ക്രിക്കറ്റിൽ ഇന്ന് ചെന്നൈ സൂപ്പർ കിങ്സ് പഞ്ചാബ് കിങ്സിനെ നേരിടും. വാർത്തകൾ വിശദമായി. മൂന്നാം ഘട്ട ലോക്സഭാ തെരഞ്ഞെടുപ്പിനുള്ള മുന്നൊരുക്കങ്ങൾ രാജ്യത്ത് പുരോഗമിക്കുന്നു. 10 സംസ്ഥാനങ്ങളിലെയും ഒരു കേന്ദ്രഭരണ പ്രദേശത്തിലെയും 93 സീറ്റുകളിൽ മെയ് 7-നാണ് മൂന്നാം ഘട്ട വോട്ടെടുപ്പ്. വിശദാംശങ്ങളിലേക്ക്. ഗുജറാത്തിൽ 25, ഗോവയിൽ 2, കർണാടകയിലെ അവശേഷിക്കുന്ന 14, മഹാരാഷ്ട്രയിലെ 11, UPയിൽ 10, പശ്ചിമബംഗാൾ, അസം എന്നിവിടങ്ങളിൽ 4 വീതവും, ബീഹാറിൽ 5, ഛത്തീസ്ഗഡിൽ 7, മധ്യപ്രദേശിൽ 9, ദാദ്ര നാഗർ ഹവേലി, ദാമൻ ആൻഡ് ദ്യൂവിൽ 2 സീറ്റുകളിലേക്കാണ് മൂന്നാം ഘട്ടത്തിൽ വോട്ടെടുപ്പ് നടക്കുന്നത്. ഗുജറാത്തിലും ഗോവയിലും ഒറ്റഘട്ടമായാണ് തിരഞ്ഞെടുപ്പ്. മൂന്നാം ഘട്ടത്തിൽ 94 മണ്ഡലങ്ങളിലാണ് തിരഞ്ഞെടുപ്പ് നടക്കാൻ ആദ്യം നിശ്ചയിച്ചിരുന്നതെങ്കിലും ചില മാറ്റങ്ങളെ തുടർന്ന് ഇത് 93 ആവുകയായിരുന്നു. മധ്യപ്രദേശിലെ ബെത്തുൽ സീറ്റിൽ വോട്ടെടുപ്പ് 2ാം ഘട്ടത്തിൽ നിന്ന് 3ാം ഘട്ടത്തിലേക്ക് മാറ്റുകയും ഗുജറാത്തിലെ സൂറത്തിൽ BJP സ്ഥാനാർത്ഥി എതിരില്ലാതെ തിരഞ്ഞെടുക്കപ്പെടുകയും ചെയ്തിരുന്നു. ഇതോടൊപ്പം ജമ്മു കശ്മീരിലെ അനന്ത്നാഗ്, രജൌരി മണ്ഡലങ്ങളിലെ പോളിംഗ് പുനഃക്രമീകരിക്കുകയും ചെയ്തതോടെയാണ് മൂന്നാം ഘട്ടത്തിൽ വോട്ടെടുപ്പ് നടക്കുന്ന മണ്ഡലങ്ങളുടെ എണ്ണം 93 ആയത്. മൂന്നാം ഘട്ടം പൂർത്തിയാകുന്നതോടെ എല്ലാ വടക്കുകിഴക്കൻ സംസ്ഥാനങ്ങളും ഉൾപ്പെടെ 16 സംസ്ഥാനങ്ങളിലും 4 കേന്ദ്രഭരണ പ്രദേശങ്ങളിലും തിരഞ്ഞെടുപ്പ് പൂർത്തിയാകും. ന്യൂസ് ഡെസ്ക്, ആകാശവാണി. മൂന്നാം ഘട്ട ലോക്സഭാ തെരഞ്ഞെടുപ്പിനുള്ള പ്രചാരണം രാജ്യത്ത് ഊർജിതമായി പുരോഗമിക്കുന്നു. പ്രധാനമന്ത്രിയും മുതിർന്ന BJP നേതാവുമായ നരേന്ദ്രമോദി ഇന്ന് ഗുജറാത്തിലാണ് പ്രചാരണം നടത്തുന്നത്. ബനസ്കന്തയിലും സബർകന്തയിലും അദ്ദേഹം തിരഞ്ഞെടുപ്പ് റാലികളെ അഭിസംബോധന ചെയ്യുന്നുണ്ട്. കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ ഇന്ന് ഛത്തീസ്ഗഡിലെ കോർബയിൽ പ്രചാരണം നടത്തും. സമാജ്വാദി പാർട്ടി നേതാവ് അഖിലേഷ് യാദവ് മെയിൻപുരിയിൽ പൊതുയോഗത്തെ അഭിസംബോധന ചെയ്യും. കോൺഗ്രസ് നേതാവ് പ്രിയങ്ക ഗാന്ധി ഇന്ന് അസമിലെ ദുബ്രിയിൽ പ്രചാരണത്തിനിറങ്ങും. ലോക്സഭാ തെരഞ്ഞെടുപ്പിലെ 1ഉം 2ഉം ഘട്ട വോട്ടെടുപ്പിലെ പോളിംഗ് ശതമാനം സംബന്ധിച്ച അന്തിമ കണക്കുകൾ കേന്ദ്ര തിരഞ്ഞെടുപ്പ് കമ്മീഷൻ പുറത്തുവിട്ടു. 1ാം ഘട്ടത്തിൽ 66.14%, 2ാം ഘട്ടത്തിൽ 66.71%വുമാണ് പോളിംഗ് രേഖപ്പെടുത്തിയത്. ആദ്യഘട്ടത്തിൽ 66.22% പുരുഷന്മാരും 66.07% സ്ത്രീകളും 31.32% ട്രാൻസ്ജെൻഡർമാരും സമ്മതിദാനാവകാശം വിനിയോഗിച്ചു. 2ാം ഘട്ടത്തിൽ 66.99% പുരുഷന്മാരും 66.42% സ്ത്രീകളും 23.86% ട്രാൻസ്ജെൻഡർമാരുമാണ് വോട്ട് രേഖപ്പെടുത്തിയത്. ലോക്സഭാ തെരഞ്ഞെടുപ്പിനുള്ള 4 സ്ഥാനാർത്ഥികളുടെ പട്ടിക കൂടി കോൺഗ്രസ് പുറത്തിറക്കി. നടനും രാഷ്ട്രീയ നേതാവുമായ രാജ് ബബ്ബർ ഹരിയാനയിലെ ഗുഡ്ഗാവിലും മുൻ കേന്ദ്രമന്ത്രി ആനന്ദ് ശർമ്മ ഹിമാചൽ പ്രദേശിലെ കാൻഗ്രയിൽ നിന്നും ജനവിധി തേടും. ഹിമാചൽ പ്രദേശിലെ ഹമീർപൂരിയിൽ സത്പാൽ റൈസാദയും മഹാരാഷ്ട്രയിലെ മുംബൈ നോർത്തിൽ ഭൂഷൺ പാട്ടീലും സ്ഥാനാർത്ഥികളാകും. ന്യൂഡൽഹിയിലും സമീപ പ്രദേശങ്ങളിലുമുള്ള സ്കൂളുകളിൽ ഇമെയിൽ വഴിയുണ്ടായ ബോംബ് ഭീഷണി വ്യാജമെന്ന് കണ്ടെത്തി. കുട്ടികളും മാതാപിതാക്കളും പരിഭ്രാന്തരാകരുതെന്ന് ഡൽഹി പോലീസ് അഭ്യർത്ഥിച്ചു. പോലീസ് അന്വേഷണം പുരോഗമിക്കുകയാണ്. തിരച്ചിലിൽ സംശയിക്കാവുന്ന ഒന്നും തന്നെ കണ്ടെത്തിയിട്ടില്ല. പോലീസ് മതിയായ നടപടികൾ സ്വീകരിച്ചു വരികയാണെന്ന് ആഭ്യന്തര മന്ത്രാലയം വ്യക്തമാക്കി. ബോംബ് ഭീഷണി സംബന്ധിച്ച് വിശദമായ റിപ്പോർട്ട് സമർപ്പിക്കാൻ ഡൽഹി പോലീസ് കമ്മീഷണർക്ക് ലഫ്റ്റനന്റ് ഗവർണർ വിനയ് കുമാർ സക്സേന നിർദ്ദേശം നൽകി. വാണിജ്യ LPG സിലിണ്ടറിന്റെ വില 19 രൂപ കുറച്ച് എണ്ണ വിതരണ കമ്പനികൾ. പുതുക്കിയ നിരക്ക് പ്രകാരം 19 കിലോഗ്രാം സിലിണ്ടറിന് 1745 രൂപ 50 പൈസയാണ് ഡൽഹിയിലെ വില. രാഷ്ട്രപതി ദ്രൌപദി മുർമു ഇന്ന് വൈകുന്നേരം അയോധ്യ സന്ദർശിക്കും. അയോധ്യ ശ്രീരാമക്ഷേത്രത്തിലെ പ്രത്യേക പൂജകളിൽ രാഷ്ട്രപതി പങ്കെടുക്കും. രാമക്ഷേത്ര നിർമ്മാണത്തിനു ശേഷം രാഷ്ട്രപതി നടത്തുന്ന ആദ്യ രാമജന്മഭൂമി സന്ദർശനമാണിത്. രാഷ്ട്രപതിയുടെ സന്ദർശനത്തോടനുബന്ധിച്ച് അയോധ്യയിൽ സുരക്ഷ കർശനമാക്കിയിട്ടുണ്ട്. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്. ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം എന്ന യൂട്യൂബ് ചാനലിൽ ലഭ്യമാണ്. കൂടുതൽ വാർത്തകൾക്കായി @All India Radio News തിരുവനന്തപുരം എന്ന ഫേസ്ബുക്ക് പേജും @AER News_TVM എന്ന എക്സ് ഹാൻഡിലും സന്ദർശിക്കാം.
സംസ്ഥാനത്ത് ഡ്രൈവിംഗ് ലൈസൻസ് ടെസ്റ്റ് പരിഷ്കരണം നാളെ മുതൽ നടപ്പാക്കും. ഡ്രൈവിംഗ് സ്കൂൾ ഉടമകളുടെ പ്രതിഷേധത്തിനിടെയാണ് പരിഷ്കരണം നടപ്പാക്കുന്നത്. പുതിയ ട്രാക്കുകൾ ഒരുക്കിയിട്ടില്ലെങ്കിലും ചില മാറ്റങ്ങളോടെയാകും ടെസ്റ്റ്. റോഡ് ടെസ്റ്റിന് ശേഷമാകും ടെസ്റ്റിൽ പങ്കെടുപ്പിക്കുക. റോഡ് ടെസ്റ്റിലും ഇതുവരെ നടന്നുവന്ന രീതികളിൽ മാറ്റമുണ്ടാകും. ഇക്കാര്യങ്ങൾ വിശദമാക്കി സർക്കുലർ ഇറക്കാൻ ഗതാഗത കമ്മീഷണറെ ചുമതലപ്പെടുത്തിയെങ്കിലും സർക്കുലർ ഇതുവരെ പുറത്തിറക്കിയിട്ടില്ല. അതേസമയം മെയ് 2 മുതൽ നടപ്പാക്കുന്ന ഡ്രൈവിംഗ് പരിഷ്കാരം ബഹിഷ്കരിക്കുമെന്ന് CITU പ്രഖ്യാപിച്ചു. ഇന്ന് അന്താരാഷ്ട്ര തൊഴിലാളി ദിനം. തൊഴിലാളികളുടെ അവകാശങ്ങളെക്കുറിച്ചും സംഭാവനകളെക്കുറിച്ചും ഓർമ്മപ്പെടുത്തുന്ന ഈ ദിവസം മെയ് ദിനം എന്നും അറിയപ്പെടുന്നു. 1886 മെയ് 1 അമേരിക്കയിലെ ചിക്കാഗോയിൽ 8 മണിക്കൂർ ജോലി എന്ന ആവശ്യം ഉന്നയിച്ച് തൊഴിലാളികൾ തെരുവിൽ ഇറങ്ങുകയും തുടർന്നുണ്ടായ പ്രക്ഷോഭത്തിൽ നിരവധി പേർക്ക് ജീവൻ നഷ്ടമാകുകയും ചെയ്തു. 1889 യൂറോപ്പിൽ വിവിധ സോഷ്യലിസ്റ്റ് പാർട്ടികൾ ഒത്തുചേർന്ന് മെയ് 1 അന്താരാഷ്ട്ര തൊഴിലാളി ദിനമായി ആഘോഷിക്കാൻ തീരുമാനിച്ചത്. വിവിധ രാജ്യങ്ങളിൽ മെയ് ദിനത്തോടനുബന്ധിച്ച് പരേഡുകളും ആഘോഷ പരിപാടികളും നടക്കുന്നുണ്ട്. ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ, മുഖ്യമന്ത്രി പിണറായി വിജയൻ തുടങ്ങിയ പ്രമുഖർ മെയ് ദിനാശംസകൾ നേർന്നു. സംസ്ഥാനത്ത് ഉഷ്ണതരംഗ ജാഗ്രത തുടരുന്നു. കൂടുതൽ ജില്ലകളിൽ കാലാവസ്ഥാ വകുപ്പ് കഴിഞ്ഞ ദിവസം മുന്നറിയിപ്പ് പ്രഖ്യാപിച്ചിരുന്നു. പാലക്കാടിനും തൃശൂരിനും പുറമെ ആലപ്പുഴയിലും കോഴിക്കോടുമാണ് ഉഷ്ണതരംഗ മുന്നറിയിപ്പുള്ളത്. പാലക്കാട് ഓറഞ്ച് ജാഗ്രതയും തൃശൂർ, ആലപ്പുഴ, കോഴിക്കോട് ജില്ലകളിൽ മഞ്ഞ ജാഗ്രതയും പ്രഖ്യാപിച്ചിട്ടുണ്ട്. പശ്ചിമബംഗാൾ, ഒഡീഷ, ബീഹാർ, ഝാർഖണ്ഡ് എന്നീ സംസ്ഥാനങ്ങളിലും ഉഷ്ണതരംഗ സാഹചര്യം കണക്കിലെടുത്ത് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് ഇന്നും നാളെയും ചുവപ്പ് ജാഗ്രത നൽകി. വേനൽ കടുക്കുന്ന സാഹചര്യത്തിൽ സംസ്ഥാന മൃഗസംരക്ഷണ വകുപ്പ് ക്ഷീര കർഷകർക്കായി ജാഗ്രതാ നിർദ്ദേശങ്ങൾ പുറപ്പെടുവിച്ചു. സൂര്യാഘാതം ഏറ്റവും കൂടുതൽ സംഭവിക്കാൻ സാധ്യതയുള്ള രാവിലെ 11 മുതൽ വൈകിട്ട് 4 വരെ പൊള്ളുന്ന വെയിലിൽ തുറസായ സ്ഥലത്ത് മേയാൻ വിടുന്നത് ഒഴിവാക്കണമെന്ന് നിർദ്ദേശത്തിൽ പറയുന്നു. തൊഴുത്തിൽ വായുസഞ്ചാരം ഉറപ്പാക്കണം. ഫാൻ സജ്ജീകരിക്കുന്നത് തൊഴുത്തിലെ ചൂട് കുറയ്ക്കാൻ സഹായകരമാവും. ധാരാളം പച്ചപ്പുല്ല് തീറ്റയായി ലഭ്യമാക്കണം. മികച്ച ഖരാഹാരം അഥവാ കാലിത്തീറ്റ രാവിലെയും വൈകിട്ടുമായും വൈക്കോൽ രാത്രിയിലുമായി പരിമിതപ്പെടുത്തണമെന്നും നിർദ്ദേശമുണ്ട്. സംസ്ഥാനത്ത് വൈദ്യുതി നിയന്ത്രണം അനിവാര്യമെന്ന് KSEB ആവശ്യപ്പെട്ട പശ്ചാത്തലത്തിൽ ലോഡ് ഷെഡിംഗ് ഏർപ്പെടുത്തുന്നത് സംബന്ധിച്ച് മന്ത്രിതല യോഗം നാളെ ചേരും. മുന്നറിയിപ്പില്ലാതെ വൈദ്യുതി പോകുന്നത് വ്യാപക പ്രതിഷേധത്തിന് ഇടയാക്കിയ പശ്ചാത്തലത്തിലാണ് യോഗം. സംസ്ഥാനത്ത് കടുത്ത ചൂട് തുടരുന്ന സാഹചര്യത്തിൽ വൈദ്യുതി ഉപഭോഗം സർവ്വകാല റെക്കോർഡിലാണ്. ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മാസ് കമ്മ്യൂണിക്കേഷനിൽ 2 പുതിയ ബിരുദാനന്തര ബിരുദ കോഴ്സുകൾ കൂടി ആരംഭിച്ചു. മീഡിയ ബിസിനസ് സ്റ്റഡീസ്, സ്ട്രാറ്റജിക് കമ്മ്യൂണിക്കേഷൻ എന്നീ വിഷയങ്ങളിലാണ് 2024-25 അധ്യയന വർഷം മുതൽ MA കോഴ്സ് ആരംഭിക്കുന്നത്. IIMCയുടെ ന്യൂഡൽഹിയിലെ ക്യാമ്പസിൽ ആരംഭിക്കുന്ന കോഴ്സിൽ 40 സീറ്റുകളാണ് ഉള്ളത്. IPL ക്രിക്കറ്റിൽ ഇന്ന് ചെന്നൈ സൂപ്പർ കിങ്സ് പഞ്ചാബ് കിങ്സിനെ നേരിടും. ചെന്നൈ ചിദംബരം സ്റ്റേഡിയത്തിൽ രാത്രി 7:30 മത്സരം. ഇന്നലെ നടന്ന മത്സരത്തിൽ ലക്നൌ സൂപ്പർ ജയന്റ്സ് മുംബൈ ഇന്ത്യൻസിനെ 4 വിക്കറ്റിന് പരാജയപ്പെടുത്തി. മുംബൈ ഉയർത്തിയ 144 റൺസ് വിജയലക്ഷ്യം ലക്നൌ 19.2 ഓവറിൽ മറികടന്നു. 2025 ലോക ബാഡ്മിന്റൺ ജൂനിയർ ചാമ്പ്യൻഷിപ്പ് മത്സരങ്ങൾക്ക് ഇന്ത്യ വേദിയാകും. ഗുവാഹത്തിയിലെ നാഷണൽ സെന്റർ ഫോർ എക്സലൻസിലാണ് മത്സരങ്ങൾ നടക്കുന്നത്. മത്സര തീയതികൾ പിന്നീട് പ്രഖ്യാപിക്കും. തെക്കൻ ഗാസയിലെ റഫ നഗരത്തിൽ ആക്രമണം നടത്തുമെന്ന് ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു. വെടിനിർത്തൽ, ബന്ദികളുടെ മോചനം തുടങ്ങിയവയിൽ ഹമാസുമായി നടക്കുന്ന സന്ധി സംഭാഷണങ്ങൾക്കിടയിലാണ് ഇസ്രായേൽ പ്രധാനമന്ത്രിയുടെ പ്രസ്താവന. ഇസ്രായേൽ ഉദ്ദേശിക്കുന്ന ലക്ഷ്യങ്ങൾ ഏതു വിധേനയും റഫേൽ നടപ്പാക്കാനാണ് തീരുമാനമെന്ന് ബന്ദികളുടെ ബന്ധുക്കളുമായി നടത്തിയ കൂടിക്കാഴ്ചയിൽ അദ്ദേഹം വ്യക്തമാക്കി. അതേസമയം സാധാരണ പൌരന്മാരുടെ സംരക്ഷണം ഉറപ്പാക്കിയിട്ട് മാത്രമേ ആക്രമണം നടത്താവൂ എന്ന് അമേരിക്ക നേരത്തെ നിർദ്ദേശിച്ചിരുന്നു. ആക്രമണം തടയാൻ സാധ്യമായതെല്ലാം ചെയ്യാൻ ശ്രമിക്കുകയാണെന്ന് UN സെക്രട്ടറി ജനറൽ അന്റോണിയോ ഗുട്ടറസ് അറിയിച്ചു. പ്രധാന വാർത്തകൾ വീണ്ടും. 3ാം ഘട്ട ലോക്സഭാ തെരഞ്ഞെടുപ്പിനുള്ള മുന്നൊരുക്കങ്ങൾ രാജ്യത്ത് പുരോഗമിക്കുന്നു. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ പ്രചാരണം ഇന്ന് ഗുജറാത്തിൽ. കോൺഗ്രസ് നേതാവ് പ്രിയങ്ക ഗാന്ധി അസമിൽ തെരഞ്ഞെടുപ്പ് റാലിയെ അഭിസംബോധന ചെയ്യും. ഡൽഹിയിലെ സ്കൂളുകളിലുണ്ടായ ബോംബ് ഭീഷണി വ്യാജമെന്ന് പോലീസ്. അന്വേഷണം പുരോഗമിക്കുന്നു. സംസ്ഥാനത്ത് ഡ്രൈവിംഗ് ലൈസൻസ് ടെസ്റ്റ് പരിഷ്കരണം നാളെ മുതൽ നടപ്പാക്കും. ഡ്രൈവിംഗ് സ്കൂൾ ഉടമകളുടെ പ്രതിഷേധത്തിനിടെയാണ് പരിഷ്കരണം. കേരളത്തിൽ ഉഷ്ണതരംഗ മുന്നറിയിപ്പ് തുടരുന്നു. പാലക്കാട് ജില്ലയിൽ ഓറഞ്ച് ജാഗ്രത. തൊഴിലാളികളുടെ അവകാശങ്ങളെക്കുറിച്ച് ഓർമ്മപ്പെടുത്തി ഇന്ന് അന്താരാഷ്ട്ര തൊഴിലാളി ദിനം. IPL ക്രിക്കറ്റിൽ ഇന്ന് ചെന്നൈ സൂപ്പർ കിങ്സ് പഞ്ചാബ് കിങ്സിനെ നേരിടും. വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം വൈകിട്ട് 6:30.